നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29. അങ്ങനെ ഇന്നുകൊണ്ട് ഈ കലണ്ടർ മാസത്തിലെ ട്രേഡിംഗ് സെഷനുകളൊക്കെ പൂർത്തീകരിച്ചു. ഇന്ന് അവസാന അരമണിക്കൂറിൽ ഇന്ത്യൻ മാർക്കറ്റിനെ എടുത്തിട്ട് കുടയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എങ്കിലും മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നു. ആദ്യ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നേരിടിവ് നേരിടേണ്ടി വന്നെങ്കിലും 23,750 എന്ന ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റിന് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുവാനുമായി. എന്നാൽ ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി 5 മിനിറ്റിലെ ഒരു ക്യാൻഡിൽ കൊണ്ട് ഏകദേശം 200 പോയിന്റുകളുടെ ഇടിവാണ് നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്നതും തുടർന്ന് വീണ്ടും 80 പോയിന്റുകളുടെ ഇടിവും നേരിടേണ്ടി വന്നു. തൽഫലമായി 500-ലേറെ പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ചും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും 23,484 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 1.5% നഷ്ടത്തോടുകൂടി 23,547 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,092 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 614 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 999 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2003 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT മേഖലയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി ഓട്ടോ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 2% നഷ്ടവും നേരിടേണ്ടി വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1.33% സ്മോൾ ക്യാപ്പിന് 0.85% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് കുറച്ചേറെ ആഴ്ചകൾക്ക് ശേഷം US ഡോളറിനെതിരെ ശക്തമായ തിരിച്ചുവരവ് നടത്തുവാനായി ബുധനാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 69 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 95 എന്ന സൈക്കോളജിക്കൽ ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ടെക് മഹേന്ദ്ര, HCL ടെക്, വിപ്രോ, L&T, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാൻ സാധിച്ചു. എസ്പെഷ്യലി IT ഫീൽഡിൽ നിന്നുമുള്ള സ്റ്റോക്കുകൾക്ക്. അതേസമയം ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഐഷ മോട്ടേഴ്സ്, ബജാജ് ഓട്ടോ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു വിപ്രോയ്ക്ക് ഇന്നലെ ADRൽ 18% നേട്ടത്തോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 4.5% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനായെങ്കിലും ആകെ 1.25% നേട്ടത്തോടുകൂടിയേ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായുള്ളൂ. RBIയുടെ 2026 ബാലൻസ് ഷീറ്റിൽ 20.6% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് അഥവാ 15.72 ലക്ഷം കോടി രൂപ ടോട്ടൽ അസറ്റില് വർദ്ധിച്ചപ്പോൾ 91.97 ലക്ഷം കോടി രൂപയായിട്ട് RBIയുടെ ടോട്ടൽ അസറ്റുകൾ മാറുകയും ചെയ്തു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു 3 മാസം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങി പൂർത്തിയാക്കവേ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന കാഴ്ചകളാണ് ഇന്നലെയും മിനിങ്ങാന്ന് വൈകുന്നേരവും കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ വീണ്ടും ഇന്നലെയോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാർ US-ഉം ഇറാനും തമ്മിൽ നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷകൾ വന്നിരുന്നു. അതിനുവേണ്ടി US-ഉം ഇറാനും സംയുക്തമായി തന്നെ ധാരണയിലെത്തിച്ചേർന്നെങ്കിലും ആകെ വേണ്ടിയിരുന്നത് US പ്രസിഡന്റ് ട്രംപിന്റെ അപ്രൂവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇന്നിതുവരെ അതിനെക്കുറിച്ചുള്ള പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും വന്നുമില്ല. ഇതിനെ തുടർന്ന് US ഇറാൻ പീസ് ഡീലിനെ കുറിച്ചുള്ള ആശങ്ക വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. ഇന്നു മുതൽ വീക്കെൻഡുകൾ ആരംഭിക്കുകയാണ്. മാത്രമല്ല 2 ദിവസത്തെ ലോങ് അവധിയാണ് വരുന്നതും. ആയതിനാൽ തന്നെ US ഇറാൻ പീസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റി നിലനിൽക്കുന്നതിനാൽ നിക്ഷേപകരും ട്രേഡേഴ്സും പുലർത്തിയ ജാഗ്രതയും ബുധനാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ തുടർന്ന സെല്ലിങ്ങും കൂടാതെ ഇന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും പുതിയ ഡാറ്റകൾ വന്നു. അതായത് 92% എന്ന മൺസൂൺ ഫോർകാസ്റ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് 90% വീക്കറായിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് ഇന്ന് IMDയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. ഇതിന്ന് ഇന്ത്യൻ ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചർ, ട്രാക്ടർ സ്റ്റോക്കുകളിൽ 3% ഇടിവിനും കാരണമായി. ഇതിനെല്ലാം പുറമെ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ടെക്നിക്കലി 23,600 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന്
സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതകളായിരുന്നു നിലനിന്നിരുന്നതും അതിന്ന് പ്രായോഗികമാവുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനെല്ലാം പുറമെ ഈ ആഴ്ചയിലെ ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ 17% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സിൽ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 11%-ലേറെയും ക്ലോസിംഗ് ബേസിസിൽ 8%-ലേറെ ഉയർച്ചയോടുകൂടി 16.18 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് ഉയർന്നതും ഇതിനെല്ലാം പുറമെ MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. മുൻപ് അനൗൺസ് ചെയ്ത ചേഞ്ചസ് പ്രകാരം ഫെഡറൽ ബാങ്ക്, MCX, നാൽക്കോ, ഇന്ത്യ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, RVNL തുടങ്ങിയ സ്റ്റോക്കുകളെ ഇതിന് പകരമായിട്ട് ഇൻഡെക്സിൽ നിന്നും ഒഴിവാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് MSCIയുടെ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിന്റെ ഉൾപ്പെടുത്തലുകൾ, ഒഴിവാക്കലുകൾ, വെയിറ്റേജ് ക്രമീകരണങ്ങൾ എന്നിവയിൽ മാറ്റങ്ങളും ഇന്നൊരു പരിധിവരെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. എങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിക്കവാറും ഒരുപക്ഷെ സാഹചര്യങ്ങൾ മോശമാകാനുള്ള സൂചനയാണോ ഇല്ലയോ എന്ന കാര്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും. 60 ദിവസത്തേക്കായിട്ടുള്ള US ഇറാൻ ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യങ്ങൾക്ക് വ്യക്തതയാവുകയും ചെയ്യും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവസാന അരമണിക്കൂറിൽ അനുഭവപ്പെട്ട പാനിക്ക് ഗ്ലോബൽ മാർക്കറ്റിലൊന്നും പ്രകടമാകുന്നുമില്ല. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നേട്ടത്തിലാണ്, അഥവാ 68 പോയിന്റുകളുടെ നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-അടുത്തും ഫ്രാൻസ് മാർക്കറ്റ് 0.25%-ലേറെയും അതേസമയം ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്ത്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇന്ന് ജപ്പാൻ മാർക്കറ്റിന് 2.5%-ലേറെയും കൊറിയൻ മാർക്കറ്റിന് 3.5%-അടുത്തും നേട്ടവും കൈവരിക്കുവാനായി. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-അടുത്ത് ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 91.38-ലേക്കും ക്രൂഡ് ഓയിലിന്റെ വില 87.67 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 0.25% അഥവാ $34 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മഗല്ലാനിക് ക്ലൗഡ് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 7.64 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് വരുന്ന അടുത്ത ക്വാർട്ടറോടുകൂടി കമ്പനിയുടെ EV പ്രൊഡക്ഷനിൽ 50% വർധനവാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതുവഴി 15,000 യൂണിറ്റ് പ്രതിമാസം പ്രൊഡക്ഷനും കമ്പനി ലക്ഷ്യമിടുന്നു. TCS കാനഡയിലെ റോയൽ ബാങ്ക് ഓഫ് കാനഡയുമായിട്ടുള്ള ദീർഘകാല സാങ്കേതിക കരാറിന്റെ ചില ഭാഗങ്ങൾ കമ്പനിക്ക് നഷ്ടപ്പെട്ടു. ആസ്ട്ര മൈക്രോവേവ് പ്രോഡക്ട്സ് 5 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വിറ്റുവരവ് 3 ഇരട്ടിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വേദാന്ത ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കമ്പനിയുടെ ദീർഘകാല ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥിരതയുള്ള AA+ ആയി ഉയർത്തി. ഒരു ദശാബ്ദത്തിനിടെ ഏറ്റവും ഉയർന്ന ആഭ്യന്തര റേറ്റിംഗ് ആണ് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തത്. ഏഷ്യൻ പെയിന്റ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 69.4%-ന്റെയും റവന്യൂവില് 10.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ടീഗ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 58%-ന്റെയും റവന്യൂവില് 1.7%-ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. ഗുജറാത്ത് ആൽക്കലീസ് പ്രോഫിറ്റില് 70%-ന്റെയും റവന്യൂവില് 4.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. BEML പ്രോഫിറ്റില് 37%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 8.6%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.